നേരത്തെ കുറച്ച് മുന്നേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം തൂണിലൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, വർക്കൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ മുകൾ ഭാഗത്ത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പാറയാണ്. വട്ടപ്പാറ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പാറയാണ്. വട്ടപ്പാറ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മുന്നിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്, വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. ഒരുപാട് ഭാഗത്ത് നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് പോലും ഇതിവിടെയുള്ള വലിയ പാറ പൊട്ടിച്ചെടുക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല വലിയ പാറകളായിരുന്നു ഈ ഭാഗത്ത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വയഡക്റ്റിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോകുന്നുണ്ട്. ഫുൾ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മളിന്ന് ഫുൾ കാഴ്ചകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറേ പേര് പറഞ്ഞിരുന്നു ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല എന്ന്. ആ ഭാഗത്തൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. വയഡക്റ്റിൻ്റെ എല്ലാവിധ കാഴ്ചകളും ഇന്നുണ്ട്. അപ്പോൾ NH66 ഏറ്റവും വലിയൊരു മാറ്റം വരുന്നൊരു ഭാഗമാണ് നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റ്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം എൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്ത് അങ്ങോട്ട് നമ്മൾ പോവാം. പിന്നെ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണ് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇന്ന് നല്ല രീതിയിൽ വളരെ വേഗത്തിലുള്ള വർക്കാണ് ഇപ്പം നടക്കുന്നത്. ഇതാണ് നമ്മുടെ വയഡക്റ്റിൻ്റെ മുന്നിൽ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് കട്ട വെച്ച് പൊക്കാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെവലിൽ മണ്ണെടുത്ത് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഈ സൈഡിൽ സർവീസ് റോഡ് നിർമ്മിക്കുന്നുണ്ട്. അവിടെ വലിയ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയെന്ന് പോയി നോക്കാം. അതുപോലെ കട്ട വെച്ച ഭാഗത്തൊന്ന് പോയി നോക്കാം. അങ്ങനെ പാലത്തിൻ്റെ അടിഭാഗത്ത് പുതിയ മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. അവിടെ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പോയി നോക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് പറയുന്നത്. വളരെ ഹെൽപ്പായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട്. ഇവിടെ വലിയ പാറകളുണ്ടായത്, ആ പാറ പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ. ഇനി ഇവിടുന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് മണ്ണ്. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തൊന്ന് പോവാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുകൾ ഭാഗത്തുള്ള കാഴ്ച എന്താണെന്ന് നോക്കാം. വയഡക്റ്റിൻ്റെ ലെവലിലേക്ക് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഒരു JCB പോലത്തെ ഒരു വാഹനം ഇവിടെ ഉണ്ട്, മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കട്ട വെച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം ഒരേ വേഗത്തിൽ, വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഈ ലെവലിലാണ് ഇവിടെ റോഡ് പടുത്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ സൈഡിൽ ഇതാണ് സർവീസ് റോഡൊക്കെ ഉണ്ട്. ഇതാണ് നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. സർവീസ് റോഡ് ഇത് കാണാം. ഇതാണ് വയഡക്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ കട്ട വെച്ച് പൊക്കാൻ. ആ ഭാഗം കൂടെ കട്ട വെച്ച് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ വയഡക്റ്റിൻ്റെ മുകളിലേക്ക് തന്നെ കയറാം. അപ്പോൾ നമ്മളിന്ന് വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പോകുന്നുണ്ട്. ആ ഭാഗത്ത് വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ കയറാൻ പറ്റുന്നൊരു ഭാഗം കൂടെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്ത് പോയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ വയഡക്റ്റിൻ്റെ അടിഭാഗത്ത് വന്നിട്ടുള്ളത്. അടിഭാഗത്തൊക്കെ ഈ പൊന്തി നിൽക്കണ സിമൻറ്റ് ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളയാണ്. ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം സിമൻറ്റ് സ്പ്രേ ചെയ്യുക. അതുപോലെ സിമൻറ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ച് കലക്കി അടിക്കുക, അങ്ങനെയൊക്കെയുള്ള വർക്കാണ് നടക്കുന്നത്. ഇതാണ് ഈ സിമൻറ്റ് ഈ ഇതുപോലുള്ള ബക്കറ്റിൽ ഉപയോഗിച്ചുകൊണ്ട്
സിമെൻറ്റ് കലക്കി അടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ശേഷമാണ് ഇവിടെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാം. തൂണിലൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് ഭാഗത്തും പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് പെയിൻറ്റിങ് ചെയ്യാനുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ മുകൾ ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗത്ത് ഒരു സൈഡിൽ തൂണിന് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് ഇനി തൂണിന് കൊടുക്കാനുള്ളത്. ഇവിടെ മുകൾ ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്താണ്. വളരെ വേഗത്തിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒന്നും കൂടെ സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു കട്ട വെച്ചുള്ള വർക്കൊക്കെ വളരെ വേഗത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ അവിടെ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്ക് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇതാണ്. അപ്പോൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് വരുന്ന ഈ ഭാഗത്ത് വരുന്ന ഈ വളവൊക്കെ നിവർത്തി പോകുന്ന ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇവിടെ മണ്ണിട്ട് പൊക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഹൈവേൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ കുറേ മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലെവലിലേക്ക് മണ്ണിട്ട് ലെവൽ ചെയ്യാനാണ്. അവിടെ ഇതിൻ്റെ സൈഡിൽ അപ്പുറത്തും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തു കൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ആ കുന്നൊക്കെ ഇനി ഇടിച്ച് പോകാനുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പുറത്ത് ഇവിടെ ഒരു സർവീസ് റോഡ് കൂടെ ഉണ്ട്. ഇതാണ് സർവീസ് റോഡ്. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ക്രാഷ് ബാരിയർ, സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാർട്ട്. അപ്പോൾ ഇപ്പുറത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് നേരെ വരുന്ന ഒരു ഭാഗമാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഉള്ളത്. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പാലത്തിൻ്റെ വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ കാണാം. അപ്പോൾ ഞാൻ അപ്പുറത്ത് സർവീസ് റോഡിലേക്ക് ഒന്ന് പോയിട്ട് കാണിക്കാം അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന വർക്ക്. ഇതാണ് സർവീസ് റോഡ്. രണ്ട് സൈഡും ഒരു കോൺക്രീറ്റ് വാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ എതിർവശം ഭയങ്കര താഴ്ചയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് മണ്ണിട്ട് പൊക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. അത്ര ഹൈറ്റിലേക്കാണ് ഇവിടെ സർവീസ് റോഡ് കടന്നു പോകുന്നത്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും വർക്ക് നടക്കുന്നത്. കുറച്ച് മുന്നേയൊക്കെ ഈ വഴി വന്നപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയുള്ള പഴയ റോഡ് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടാണ് നമ്മുടെ വയഡക്റ്റിൻ്റെ അങ്ങോട്ടാണ് ഇനി റോഡ് കട്ട് ചെയ്ത് എടുക്കാനുള്ളത് മണ്ണ്. ഇപ്പോൾ ഇവിടെ താഴ്ന്ന ഭാഗമായതുകൊണ്ട് കുറച്ച് മുന്നേ തന്നെ ഈ ഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കട്ട വെച്ച് പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കാഴ്ച ഇപ്പോൾ ഇതാണ്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് മുൻഭാഗത്തേക്ക് അങ്ങോട്ട് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അവിടെയും മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ല, ആ ഭാഗത്തൊക്കെ അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഹൈവേൻ്റെ പഴയ ഹൈവേ കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ആ ഭാഗത്തേക്ക് വരുന്ന ഹൈവേ കൂടെ വരുന്ന വാഹനങ്ങൾ ഇതിൻ്റെ നേരെയുള്ള സർവീസ് റോഡിലേക്ക് ഇപ്പോൾ കയറിയിട്ടാണ് കഞ്ഞിപ്പുര ഭാഗത്തു കൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ ബാക്കി ഈ ഭാഗത്തുള്ള മണ്ണും കൂടെ നീക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈവേൻ്റെ അതേ ലെവലിലേക്ക് മണ്ണ് ലെവൽ ചെയ്ത് എന്ന് കാണാം. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള താഴെ ഭാഗത്ത് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഹൈവേൻ്റെ സൈഡിലുള്ളത് ഇപ്പോൾ നിലവിലുള്ള ഹൈവേൻ്റെ സൈഡിൽ ഇവിടെ കുറേ താഴ്ത്തിയാണ് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കാണാം. നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ
ഹൈറ്റ് ലെവൽ ചെയ്യാനുള്ളതാണ്. ഹൈറ്റ് ലെവൽ ചെയ്യുമ്പോൾ ഒരുപോലെ ആവും. അപ്പോൾ ഈ ഭാഗത്തുള്ള പഴയ റോഡൊക്കെ കുറച്ചും കൂടെ താഴ്ന്നു പോകും. അപ്പോഴാണ് നമ്മുടെ ഹൈവേൻ്റെ ആ കറക്റ്റ് ലെവലിലേക്ക് മാറുക. അപ്പോൾ അതിനു വേണ്ടി അപ്പുറത്തെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തു നിന്നുള്ള മണ്ണ് എടുത്ത് മാറ്റാനുള്ളതാണ്. എടുത്ത് മാറ്റി കഴിഞ്ഞ് ഈ ഭാഗത്തത്തെ ഈ സെൻറ്ററിലുള്ള റോഡും ഈ കാട് പിടിച്ച ഭാഗമൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേൻ്റെ ലെവലിലേക്കുള്ള ആ അത്രയും ഭാഗത്തേക്കുള്ള മണ്ണ് ആയി മാറും, ലെവൽ ചെയ്ത പോലെ ആവും. അപ്പോൾ ബാക്കി പിന്നെ ഹൈവേൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം താഴോട്ടുള്ള ഭാഗത്തുള്ള കാഴ്ചകൾ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വട്ടപ്പാറ വയഡക്റ്റ് അവസാനിക്കുന്ന ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസ്സാണ് ഇത്. അതിൻ്റെ നിർമ്മാണമൊക്കെ നടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വയഡക്റ്റ് ബ്രിഡ്ജ് അവസാനിക്കുന്ന ഭാഗം. അതാ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇത് കാണാം. പിന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് കട്ട വെച്ചുള്ള വർക്കാണ് നടക്കുന്നത്. അതിൻ്റെ വർക്കും ഇവിടെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് പോയി നോക്കാം. വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ റോഡുണ്ട്. ഈ റോഡിന് കുറുകെ ആയിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വയഡക്റ്റിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. വയഡക്റ്റിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിൻ്റെ വർക്ക് ഫുള്ള് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്, കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം വയഡക്റ്റിൻ്റെ മറ്റ് ഭാഗത്തേക്ക്. ഏകദേശം 2 കിലോമീറ്ററോളമുള്ള ഒരു വയഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഡ്രോൺ വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് ശരിക്കും കണ്ടിട്ടുണ്ടാകും. എന്നാലും നമ്മുടെ വീഡിയോയിൽ ഇതിലേക്ക് വയഡക്റ്റിൻ്റെ മുകളിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ മുകളിൽ കയറി വന്നതാണ്. ഇവിടെയൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള എല്ലാ ഭാഗത്തും ക്ലിയറായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതാ വയഡക്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് നല്ല ദൂര സ്ഥലങ്ങളിലേക്ക് നോക്കുന്ന പോലെയാണ് ഇവിടുന്ന് കാണുമ്പോൾ. ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. ആ സമയത്തൊക്കെ വെയിലില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ലെന്ന്. ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ചൂടുമാണ്. അപ്പോൾ കൂടുതലും അങ്ങോട്ടൊന്നും പോകണില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. വർക്കൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാലം ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഭാഗത്ത് പാലം ജോയിൻറ്റ് ചെയ്യുന്നൊരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പാലം ജോയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ആദ്യത്തെ ഈ പാലത്തിൻ്റെ സിമൻറ്റും അതുപോലെ ടാറിങ്ങൊക്കെ പൊട്ടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. എടുത്ത് മാറ്റി വെച്ച് കാണാം നമുക്ക്. അതിൻ്റെ ശേഷം ഇവർ പുതിയ കമ്പി അവിടെ കൊണ്ടുവന്ന് വെച്ച് കമ്പിയൊക്കെ വെച്ച് അതിൻ്റെ ശേഷം ഈ പച്ച കമ്പി പോലെ ഒരു പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. പഴയ ആ കമ്പിൻ്റെ അതേ രൂപത്തിലേക്ക് തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. അതൊരു കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പച്ച കമ്പി പോലെ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാഴ്ച പറഞ്ഞാൽ ഇതാണ്, ഈ വെള്ളം ഒഴുകി പോകാനുള്ള അവർ വാർപ്പിൻ്റെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഭാഗത്തുള്ള സിമൻറ്റും കോൺക്രീറ്റൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും അവർ അവിടെ കോൺക്രീറ്റ് ചെയ്യുകയാണ്. പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്യും. അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്.
ഇതാണ്, ഈ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനൊരു ക്ലാമ്പുള്ള ഒരു പട്ട, ഈ പട്ടക്ക് സൈഡിലേക്ക് ഒരു ആണി പോലെ ഉള്ളത്. വളരെ ശ്രദ്ധയോടെയാണ് ഇവർ ഈ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത്രക്കും കറക്റ്റ് ക്ലിയർ നോക്കിയിട്ട് വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത്ര ശ്രദ്ധയോടെ അങ്ങനെ കറക്റ്റ് വെച്ചിട്ടാണ് ഇവർ ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ മുകളിൽ കയറി നിന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിക്കാനുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രം ഇവർ ലൈറ്റ് വെച്ചിട്ടില്ല. അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കാം ആ ഭാഗത്തൊന്നും വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ലൈൻ മാർക്കിംഗ് ആണ് മറ്റൊന്ന് ഈ ഭാഗത്ത് വരാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ വർക്കുകൾ മാത്രമാണ് ഇനി വരാണ്ടുള്ളൂ. ബാക്കി എല്ലാവിധ വർക്കുകളും വയഡക്റ്റിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു വയഡക്റ്റ് വേറെ എവിടെയും ഇല്ല. അപ്പോൾ അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്നിട്ട് ബാക്കി എന്തൊക്കെ കാഴ്ചകൾ നോക്കിയിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് എഴുതുക, ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ലൈക്ക് തരിക. ഇതാണ് വയഡക്റ്റിൻ്റെ മുകൾ ഭാഗം. ഇവിടെ താഴ്ഭാഗത്തൊക്കെ വർക്കേഴ്സിൻ്റെ വണ്ടിയൊക്കെ പോകുന്ന ഈ ഭാഗത്തൂടെയാണ് നമ്മൾ വന്ന വഴി. ഇത് വഴിയാണ് വന്നത്. ഇതാണ് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഭാഗമായിട്ട് ഒഴിച്ചിട്ടൊരു ഇതാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, എന്താ അറിയില്ല. ഇതാ ഇപ്പുറത്ത് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒഴിവാക്കി വിട്ടതൊരു ഭാഗമാണ്. ഇതാണ് വർക്കേഴ്സിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇനിയും നടക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ മുന്നേ പോയിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ. ഇപ്പോൾ ജോയിൻറ്റിങ് ആണ് പല ഭാഗത്തും നടക്കുന്നത്. ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ചില ഭാഗത്തൊക്കെ അവിടെ ഉണ്ട്, കുറച്ച് ഭാഗത്ത്. ബാക്കിയൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ജോയിൻറ്റിങ് ചെയ്യാനുള്ളൊരു ഭാഗം മാത്രമാണ് ചിലയിടത്തൊക്കെ വിട്ടുപോയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഒരു ലൈറ്റ് വരാണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഇനി അത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ലൈറ്റിനുള്ള തൂണ് കൊടുക്കുക. അങ്ങനെയുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ചെറിയ വർക്കിൻ്റെ കുറവുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴുകി പോകാനുള്ള വർക്കാണ് ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി മറ്റുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിലായിരിക്കും. അപ്പോൾ നിങ്ങളോട് വീണ്ടും പറയാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ലൈക്ക്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അതാണ് വയഡക്റ്റ് തുടങ്ങുന്ന ഭാഗം. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഭാഗത്തു കൂടെ വന്ന് വയഡക്റ്റ് അവസാനിക്കുന്നത്
ഏറെക്കുറെ ഈ കാണുന്ന ഭാഗത്താണ്. അവിടെ നിന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കാണില്ല. അപ്പോൾ പാടത്തൊക്കെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, മണ്ണിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പാടത്തൂടെ നമ്മൾ വന്നത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലൊക്കെ ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക്. അപ്പോൾ ഇവിടുന്ന് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതാണ് കാണുന്ന കാഴ്ച. ഇവിടെയും വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പഴയ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി അധികം വർക്കില്ല, പെട്ടെന്ന് തീരാവുന്ന വർക്കുകളാണ്. മണ്ണ് ഫില്ല് ചെയ്താൽ ഉടൻ തന്നെ ടാറിങ് ചെയ്യുക. ഇവിടെ അങ്ങനെ റിസ്ക്കിയായ വർക്കല്ല. മണ്ണിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം മണ്ണിങ്ങനെ ലെവൽ ചെയ്യുന്ന സമയം മതി. അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പിന്നെ വർക്ക് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടെ കോൺക്രീറ്റ് വാൾ അവസാനിച്ചും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലെവലിക്ക്, ഈ പാലത്തിൻ്റെ ലെവലിക്ക് മണ്ണ് കൊണ്ടുവന്ന് നിറച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് ഭാഗം വരെ ഒന്ന് വണ്ടി ഓടിച്ച് പോകുന്ന ഒരു കാഴ്ചയും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും അറിയിക്കുക, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.